സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇതെന്താ, എന്തിനായി കരാറ്, എന്തിനങ്ങനെ അപമാനിതരായിട്ട് തിരിച്ചു പോണത്, എന്തിനങ്ങനെ നിന്ദ്യരാകുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ്, ആ തീരുമാനം ഞാനും അംഗീകരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അത് കഴിഞ്ഞു, അവർ തിരിച്ചു പോവുകയാണ്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും എണീറ്റിട്ട് എന്ത് ചെയ്യണം, ബലി അർക്കണം. ഇത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ബലി അർക്കണം, മുടി കളയുകയും വേണം, മുടി കളയണം, ബലി അർക്കണം. ചരിത്രത്തിൽ കാണാം, ഒരാൾ പോലും എണീറ്റില്ല, ഒരാൾ പോലും എണീറ്റില്ല. ഹത്താ ഖാലഹാ സലാസ മറാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 3 തവണ പറഞ്ഞു. ഫലമ്മാ ലം യഖും മിൻഹും അഹദുൻ, ഒരാൾ പോലും അവരിൽ നിന്ന് എണീറ്റില്ല, ഒരാൾ പോലും എണീറ്റില്ല. കാരണം എന്താ, അത്രക്കും വിഷമം, ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കരാറ്. ആ കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഈ കരാറാണ് പിന്നീട് മക്ക വിജയത്തിൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ്. ഇവർ റസൂലുള്ളാഹിനെ ധിക്കരിച്ചിട്ടല്ല, ഇവർക്ക് സങ്കടം വന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ പോന്നിട്ട് ഇങ്ങനെ നിന്ദ്യരായിക്കൊണ്ട് പതിതരായിക്കൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു ഗതികേട് ആരും എണീറ്റില്ല. റസൂലുള്ള പറഞ്ഞു, എല്ലാവരും ബലിയർക്കും, മുടിക്കളയും, എണീറ്റില്ല ആരും. പല തവണ പറഞ്ഞു. അവസാനം ഈ യാത്രയിൽ നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, ഒരു കാര്യം, താങ്കൾ അത് ചെയ്താൽ മതി, അവർ ചെയ്തോളും. നിങ്ങൾ നോക്കണം, രംഗേതാണ്, സാഹചര്യം ഏതാണ്, തിരിച്ചു പോകണം അപമാനിതരായിട്ട്, അടുത്ത കൊല്ലം വരണം എന്നുള്ളതാണ് ഖുറൈശികളുടെ കരാറ്. അത് അംഗീകരിച്ചെടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി നിങ്ങളൊന്ന് ചെയ്തു നോക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ വലം യുഖല്ലിം അഹദൻ, എഴുന്നേറ്റു, ഒരാളോടും ഒന്നും സംസാരിച്ചില്ല. ഹത്താ നഹറ ബദനഹു, അദ്ദേഹത്തിൻ്റെ ബലിമൃഗത്തെ അറുത്തു. വദഅ ഹാലികഹു, മുടി കളയാനുള്ള ആളെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ മുടി കളഞ്ഞു. ഫലമ്മാ റഔ ദാലിക, ഇത് സഹാബികൾ കണ്ടു, ഇനി രക്ഷല്ല. നോക്കണം നിങ്ങൾ. ഫലമ്മാ റഔ ദാലിക, അവരത് കണ്ടപ്പോൾ ഖാമു, അവരും എണീറ്റു. ഫനഹറു, അവരും ബലിയർത്തു, അവരും ബലിയർത്തു. വജഅല ബഅ്ദുഹും യഹ്ലികു ബഅ്ദ, അവരവരുടെ മുടി കളഞ്ഞു, പരസ്പരം മുടി കളഞ്ഞു, അവരും എണീറ്റ് ബലിയർത്തു. ഇതാണ് പ്രവാചകനോടുള്ള സ്നേഹം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് അവരിയ്ക്കരുത്, വിഷമിച്ചിട്ട് അത്രക്കും വിഷമം. അപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബി നിങ്ങളത് ചെയ്തു നോക്കി, അവരത് ചെയ്യും. നബി എഴുന്നേറ്റു, അറുത്തു, മുടി കളഞ്ഞു. അത് കണ്ടു സ്വഹാബികൾ, എണീറ്റു, അറുത്തു, മുടി കളഞ്ഞു. ഇവർ റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം ആഘോഷിച്ചിട്ടല്ല പ്രവാചകനെ സ്നേഹിച്ചത്. ഇത് ഈ കരാറിൻ്റെ തൊട്ട് മുമ്പ് ഉർവത്ത് ബിൻ മസ്ഊദ് അന്ന് മുസ്ലിമല്ല, ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് ആര്, ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്ന് മുസ്ലിമല്ല. അദ്ദേഹം ഖുറൈശികളോട് പോയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഖുറൈശികളോട് പോയിട്ട് എന്താണ് സംഗതികൾ, ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തക പരന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, മുസ്ലിങ്ങൾ കരാർ ചെയ്യുന്ന ആ സംഗതികൾ. അപ്പോൾ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഈ വിവരം അറിയാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് വന്നത് ആരാണ്? പിന്നെ ഉർവത്ത് ബിൻ മസ്ഊദാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് ഖുറൈശികളോട് തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞറിയോ, ഞാൻ റോമക്കാരുടെ അടുത്തേക്കും കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ അടുത്തേക്കും നജ്ജാശി രാജാവിൻ്റെ അടുത്തേക്കൊക്കെ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്ക് പല കാര്യത്തിനു വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരനുയായികളും അവരുടെ രാജാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയണേ? അന്ന് മുശ്രിക്കായ ഉർവത്ത് ബിൻ മസ്ഊദ്. മുഹമ്മദിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരു രാജാവിനെയും ഒരനുയായികളും സ്നേഹിക്കുന്നില്ല, ഒരനുയായികളും ഒരു രാജാവിനെയും സ്നേഹിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പ്രവാചകൻ വുളു എടുക്കുമ്പോൾ ആ വുളുവിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടി സഹാബികൾ തിക്കിത്തിരക്കുന്നു. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അത് അല്ലേ, മുടിൻ്റെ വിഷയം വന്നപ്പോൾ ബർക്കത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകണില്ല, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉർവ അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്.
എന്താ അറിയോ, ഇങ്ങനെ ഉളു കൊടുക്കുമ്പോൾ ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർ തെക്കിത്തിരക്കാണ്. അതേപോലെ ഇദാ തകല്ലമ ഖഫളു അസ്വാതഹും, നബിനോട് അവർ സംസാരിക്കുകയാണെങ്കിൽ എത്ര മിതമായിട്ട് ശബ്ദം താഴ്ത്തിയിട്ടാണ് അവരുടെ റസൂലിനോട് സംസാരിക്കുന്നത്. വമാ യുഹിദ്ദൂന ഇലൈഹി അന്നളറ തഅലീമൻ ലഹു, പ്രവാചകൻ്റെ നേരെ ഒന്ന് നോക്കാൻ പോലും ബഹുമാനം കൊണ്ട് അത്രക്കും സ്നേഹമാണ് അവർക്ക്, അത്രക്കും ഇഷ്ടമാണ് അവർക്ക് പ്രവാചകനോട്. ആ രൂപത്തിലാണ് അവർ പ്രവാചകനെ നോക്കുന്നത് പോലും. ഇദാ അമറ ഇബ്തദറു അംറഹു, എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ, ആ പ്രവാചകൻ എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ മതി, അത് ചെയ്യാൻ അവർ ധൃതി കാണിക്കുന്നു, അവരത് ചെയ്യുന്നു. അതേപോലെ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? മുശ്രിക്കായ ഉർവ, അന്ന് മുശ്രിക്ക. പിന്നെ ഉർവത്ത് ബിൻ മസ്ഊദ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇതായിരുന്നു പ്രവാചകനോടുള്ള സ്വഹാബത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഈ രൂപത്തിൽ ഇവരാരും ഒരു മൗലീദോ ഒരു നബിദിനോ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒന്ന് ഈ നബിദിനം എന്ന പേരിൽ ചെയ്തതായി ഒരു തെളിവ് നമുക്ക് കിട്ടൂല. ദുർബലമായ ഒരു സംഗതി പോലും നമുക്ക് കിട്ടൂല. പിന്നെ ഈ നബിദിനം എങ്ങനെ കടന്നു വന്നു, എങ്ങനെ മുസ്ലിങ്ങളിലേക്ക് നബിദിനം എങ്ങനെ കടന്നു വന്നു, അത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. മുസ്ലിങ്ങളിലേക്ക് നബിദിനം കടന്നു വരുന്നത്, ജന്മദിനം ആഘോഷം എന്നുള്ളത് കടന്നു വരുന്നത് ഒരിക്കലും ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്, ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. നമ്മൾ ചില മുജാഹിദുകൾ തന്നെ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദുകൾ, ബർത്ത്ഡേ അല്ലേ, കുട്ടിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. അതേപോലെ വിവാഹ വാർഷികം ആഘോഷിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണെന്ന് പറയുന്ന ആൾക്കാർക്ക് പിന്നെ സ്വന്തം മക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് തെറ്റാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇസ്ലാമിൽ ഈ സ്വഹാബികൾ ചെയ്തിട്ടില്ലാത്ത 4 മദ്ഹബിൻ്റെ ഇമാമുകളോ അവർ നബിദിനത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല, ആരുമില്ല. പിന്നെ ഇസ്ലാമിലേക്ക് ഇത് കടന്നു വന്നത് ജൂതന്മാരിലൂടെയാണ് നബിദിനാഘോഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. തെളിവുകൾ സഹിതം നമുക്ക് വിശദീകരിക്കാം. അത് വ്യാപിപ്പിക്കുന്നത് ഷിയാക്കളാണ്, അതിന് പ്രചാരണം കൊടുക്കുന്നത് പാശ്ചാത്യരായ ആളുകളാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളായ, ഇസ്ലാമിൻ്റെ ആദർശത്തെ സ്നേഹിക്കാത്ത, ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാശ്ചാത്യ പൗരസ്ത്യ ആളുകളാണ് അതിന് പ്രചാരണം കൊടുക്കുന്നത്. സൂഫികളാണ് ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ അത് വ്യാപിപ്പിച്ചത്. സൂഫികൾ അങ്ങനെയാണ് കേരളത്തിലെത്തിയത്, ഇന്ത്യയിലെത്തിയത്, കേരളത്തിലെത്തിയത്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയത്. ആദ്യം ഈജിപ്തിലും ഇങ്ങനെയുള്ള 1-2 സ്ഥലത്ത് മാത്രമായിരുന്നു നബിദിനാഘോഷം ഉണ്ടായിരുന്നത്. പിന്നീട് സൂഫികളുടെ ഷിയാക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ലോകത്ത് നബിദിനാഘോഷം വ്യാപിച്ചത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്ന് വിശദീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സമയവും സന്ദർഭവും കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അഹ്ലു സുന്ന മനസ്സിലാക്കിയ പോലെ, സ്വഹാബികളെ മനസ്സിലാക്കിയ പോലെ, മുൻഗാമികളെ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ രൂപത്തിൽ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സംശയങ്ങൾ തീർക്കാനുമുള്ള സമയം, ആരോഗ്യം, അതിനു വേണ്ടുന്ന ഒരു നല്ല മനസ്സ് എല്ലാം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൽമ് ഉണ്ടാക്കി അതനുസരിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സലഫി മനഹജിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യത്തോടുകൂടി ആദർശം പ്രബോധനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار، اللهم اجرنا من النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.